ഹായ് ഹലോ നന്ദുവാണ്. അപ്പോൾ ഇന്ന് രാവിലെ വർക്കിനാകുമ്പോൾ ഇപ്പോൾ എല്ലാവരും പുറത്തേക്കുണ്ട്. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞു ഇവിടെ എല്ലാ പണി ഇന്ന് കോട്ടക്കലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട് ഇന്ന് കോട്ടയ്ക്ക് പണിക്ക്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ റൂമിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് കേട്ടോ. ഇന്ന് രാവിലെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ഷട്ടിൽ കളിക്കുന്ന ഏരിയയാണിത്. അത് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഓഡിറ്റോറിയമാണ്. ആ ഓഡിറ്റോറിയത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് ഇപ്പോൾ കളിയുള്ളത്. ഞാൻ ചോദിച്ചു വർക്കിന് പോകില്ല ടൈം ആയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലത്തെ സൈറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കയറ്റാനും പിന്നെ റൂമിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വണ്ടി കയറ്റാനുണ്ട്. അപ്പോൾ ഇവർ ഷെഫീഖും സാബിത്തും കൂടി പോയിട്ടായിരുന്നു സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ സൈറ്റിലേക്ക്. അപ്പോൾ അതൊന്ന് കുറച്ച് ലേറ്റായി. അങ്ങനെ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഞാനും സാബിത്തും എൻ്റെ വണ്ടിയിലാണ് പോയത് കോട്ടയ്ക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ളതാണ്, കോട്ടയ്ക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ ചട്ടിപ്പുറമ്പ് എന്ന് ഇറങ്ങുമ്പോൾ നെല്ലോളിത്തെ ഏരിയ, ഈ ഒരു ഏരിയ ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരത്തെ ഇറങ്ങി കോട്ടക്കലെത്തി. കോട്ടക്കലിൽ എവിടെയാണ് സൈറ്റ് എന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ആകെ പറഞ്ഞത് കോട്ടക്കൽ മീൻ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഒരു റോഡുണ്ട്, അവിടെ നിന്നാൽ മതി, ഞങ്ങളവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പതിവ് മുതലാളി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഒട്ടും ടൈം മൂപ്പര് പിന്നാലെ വിട്ടു. ആ വീട്ടിൽ ഇതാണ് സൈറ്റ്, അവിടെ പാർക്കിംഗ് ഏരിയയാണ് ഇപ്പോൾ അത്. സൈറ്റിലെത്തിയപ്പോൾ ഏകദേശം ഒരു 8 മണി ആ ലെവലായിട്ടോ. സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് ഇതാണ് വീട്. 2 നില ഉണ്ട്. ലോഡ് വണ്ടി ബാക്കിലായിരുന്നു, അതായത് സാധനങ്ങളുള്ള വണ്ടി ബാക്കിലായിരുന്നു. അപ്പോൾ അവരും വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കൊണ്ടൊന്ന് സാധനം ഇറക്കി ടപ്പ വെച്ചിട്ട് ഒന്നും നോക്കിയില്ല. അല്ല ഞാനും ഷാബാക്കിയും പിന്നെ ഷെഫീഖും കൂടിയാണ് ഇറക്കിയത്. മറ്റൊരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയതായിരുന്നു. പെട്ടെന്ന് അടിച്ചത് വൈറ്റ് വാഷ് ആയിരുന്നു അടിക്കാനുള്ളത്. അപ്പം ഇനി അധികം നേരം വൈകേണ്ട വെച്ചിട്ട് ഞങ്ങൾ 3 ആളിനാണ്ട് ഇറക്കി. ഞങ്ങൾ 3 പേരും ഡ്രസ്സ് മാറ്റി വന്നപ്പോഴത്തേക്കും സാബിത്തും ഗഫൂറൊക്കെ കൂടി വൈറ്റ് വാഷ് മിക്സ് ചെയ്തു. ഇക്കും ഷെഫീഖിനും ഷാബാക്കൊക്കെ അടിക്കാനുള്ള ഏരിയയാണ് ഇപ്പോൾ ഇത്. ഹൈറ്റിൽ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ അസറപ്പാക്ക പിന്നെ സാബിത്തും അയാളുടെ ടോപ്പ് കയറി അതിൻ്റെ കരവും കാര്യങ്ങളൊക്കെ അടിക്കൽ തുടങ്ങിയിട്ടാണ്. ഞങ്ങൾ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്ത് നനച്ച് ഒക്കെ സെറ്റ് ചെയ്ത് മേലെ കയറിയപ്പോഴത്തേന് ഓരോ പകുതിയായി. അപ്പോൾ പെട്ടെന്ന് തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് വേറൊരു സൈറ്റും തീർക്കാണ്ട് അതിൻ്റെ ഇടയിൽ എത്താത്ത ഏരിയയിൽ ഞങ്ങൾ സ്റ്റിക്ക് ഉപയോഗിച്ച് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത്. പിന്നെ നമ്മളോട് മുതലാളി പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്റ്റ് എടുത്ത് ചെയ്താൽ മതി, ഹൈറ്റിലാണ് എടുക്കുന്നത്, ആ ബോധം ഉണ്ടായിക്കോട്ടെ, അപ്പോൾ എല്ലാം നോക്കിയും കണ്ട് പതുക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് നോക്കിയും കണ്ടിട്ടാണ് എല്ലാ സേഫ്റ്റിയും കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മളെപ്പോഴും വർക്കിൽ ഇറങ്ങാനുള്ളത്. അങ്ങനെ ഒരു 9:30 ആ ലെവലിൽ ഏകദേശം 10 ആയപ്പോൾ ചായയും കടിയും അവിടെ വീട്ടിലുള്ള വീട്ടിലത്തെ താത്ത കൊണ്ടു വന്നു. അങ്ങനെ ചായയും മുതലാളി ചായക്കുന്നു പഴവും പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. അതും കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരാളെ വിളിച്ചു. എല്ലാവരും ഇറങ്ങി, എല്ലാവരും ഒപ്പത്തി കഴിക്കാൻ ആരംഭിച്ചു. കഴിക്കുന്നതിനിടയിൽ കുറേ വർത്തമാനം പറഞ്ഞു. കുറേ കാലത്തിന് ശേഷമാണ് എല്ലാവരും കൂടി ഒരു സൈറ്റിൽ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ 2-3 പേര് മാത്രമേ ഈ സൈറ്റിലില്ലാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഈ സൈറ്റിലുണ്ട്. 7 ആളായിരുന്നു ഈ സൈറ്റിലുണ്ടായിരുന്നത്. വൈറ്റ് വാഷ് ആയതുകൊണ്ട് തന്നെ പിന്നെ അധികം ചൊറൊന്നും ഉണ്ടായില്ല. ഒരേ സാധനം ആയതുകൊണ്ട് ആയതുകൊണ്ട് സെറ്റ് ചെയ്ത് കയറി കുഴപ്പമില്ലാത്ത രീതിയിൽ ഇറങ്ങിപ്പോകുന്നു. ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും കണ്ടുവരുന്ന സംഭവമാണ് ഈ സൺസൈഡ് കട്ട് ചെയ്ത് പീസൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാൻഡ് ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പലകൊക്കെ വെച്ച് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചയായ ടൈമിലായപ്പോൾ തന്നെ ഒരു 1:30-2 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ടൈമായി. ഇവിടെ വനിതാ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന കേട്ടോ. അവിടെ ആണെങ്കിലോ ആദ്യമായിട്ടാണ് എങ്ങനെ വനിതാ ഹോട്ടലിൽ ഭക്ഷണം കൊടുക്കുന്നത് കാണുന്നത്. പലതരത്തിലുള്ള കറികളുണ്ടായിരുന്നു. 80 റുപ്യ ചോറാണ്. എങ്ങനെ ഇതൊക്കെ വിൽക്കും മുതലാണോ? എത്ര ഐറ്റാണ് കറി? ഒന്ന് 2 3 4 5 6 7 8 9 10 10 ഐറ്റം. 80 റുപ്യൻ്റെ ചോറ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം പൂച്ചകളെ കളിപ്പിച്ച് കുറച്ച് ഇരുന്നിട്ടൊക്കെ ഞങ്ങൾ പിന്നെയും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഫ്രണ്ടത്തെ ഒരു കുറച്ച് നേരം കൂടി അടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം ഒരു 3:15 ആ ലെവലായി. അപ്പോൾ കൈയും കാലം കഴിക്കണം. അപ്പോൾ കുട്ടിക്കളി മാറാത്ത നാണയത്തിനാണ് ഞങ്ങൾ മുതലാളിനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ കുറച്ച് ആൾക്കാർ സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ അയച്ച് വെച്ച് കുറച്ച് ആൾക്കാർ കൈയും കാലും ബ്രഷും കാര്യങ്ങളൊക്കെ കഴുകി വെക്കാൻ നിന്നു.
അപ്പോൾ മൊത്തത്തിൽ ഇന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് പുറം ഭാഗം ഇനി അകത്താകെ 4 റൂമും ഒരു ഡൈനിങ് ഹാളും മാത്രമേ നമുക്ക് അടിക്കാനുള്ളൂ. അപ്പോൾ നാളെ 2 പേർക്ക് മാത്രമേ ഇവിടെ വർക്കുള്ളൂ. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ കമൻറ്റുകൾ അറിയിക്കുക. ബൈ ബൈ, അടുത്തൊരു വീഡിയോയിൽ കാണാം.